അസ്സലാമലൈക്കും. ഇബ്രാഹിം നബിക്ക് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അധ്യായം 6 സൂറ അൽ അനാമിൽ തന്നെ 75 പറയുന്നത്. അപ്രകാരം ഇബ്രാഹിമിന് നാം 74 പറയുന്നത് ഇബ്രാഹിം തന്റെ പിതാവായ ആസറിനോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. ചില ബിംബങ്ങളെയാണോ താങ്കൾ ദൈവങ്ങളായി സ്വീകരിക്കുന്നത്? തീർച്ചയായും താങ്കളും താങ്കളുടെ ജനതയും വ്യക്തമായ വഴികേടിലാണെന്ന് ഞാൻ കാണുന്നു. അപ്രകാരം ഇബ്രാഹിമിന് നാം ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യ രഹസ്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. അദ്ദേഹം ബോധമുള്ളവരുടെ കൂട്ടത്തിലായിരിക്കാൻ വേണ്ടിയും കൂടിയാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു പറയുന്നുണ്ട് ഇബ്രാഹിം നബിക്ക് ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യ രഹസ്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്നത് സൃഷ്ടാവിനെ പറ്റിയുള്ള രഹസ്യങ്ങൾ ഇബ്രാഹിം നബിക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താ ദൃഢബോധമുള്ളവരുടെ കൂട്ടത്തിലായിരിക്കാൻ വേണ്ടിയിട്ട്. അധ്യായം 2 സൂറ അൽ ബക്കറയിൽ 258 ആയത്തില് ഇബ്രാഹിം നബി പറയുന്നുണ്ട് സത്യനിഷേധികളോട്, എൻ്റെ രക്ഷിതാവ് സൂര്യനെ കിഴക്ക് നിന്ന് കൊണ്ടുവരുന്നു, അങ്ങനെയെങ്കിൽ നിങ്ങൾ പടിഞ്ഞാറിൽ നിന്ന് കൊണ്ടുവരിക എന്ന്. അപ്പോൾ സത്യനിഷേധികൾക്ക് ഉത്തരം മുട്ടിപ്പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥ സൃഷ്ടാവിന്റെ രഹസ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇനി ഇബ്രാഹിം നബിക്ക് അറിഞ്ഞിട്ടുണ്ട്. കാരണം ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്നതും നിയന്ത്രിക്കുന്നതും രാവും പകലും സൃഷ്ടിക്കുന്നതും അതിൻ്റെയൊക്കെ കൈകാര്യകർത്താവ് സൃഷ്ടാവാണെന്നുള്ള രഹസ്യം ഇബ്രാഹിം നബിക്ക് അറിയാന്നുള്ളതിനുള്ള ഒരു തെളിവാണ് ഇവിടെ പറയുന്നത്. എൻ്റെ രക്ഷിതാവ് സൂര്യനെ കിഴക്ക് നിന്ന് കൊണ്ടുവരുന്നു, അങ്ങനെയെങ്കിൽ നിങ്ങൾ പടിഞ്ഞാറ് നിന്ന് കൊണ്ടുവരിക എന്നത്.